അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് മുന്നോടിയായി KCVC മദ്യവിരുദ്ധ സമിതിയുടെയും ഈ മേഖലയിലെ വിവിധ സ്കൂളുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ആസാദന പരിപാടിയിലൂടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടത്തുവാൻ പോകുന്നത്. ഈ മാസാദന പരിപാടിയുടെ വിജയത്തിനായി ഈശ്വരാനുഗ്രഹം യാചിച്ചുകൊണ്ട് KCVC മദ്യവിരുദ്ധ കമ്മീഷന്റെ മുൻ സെക്രട്ടറിയും KCVC മദ്യവിരുദ്ധ സമിതിയുടെ പാലാ രൂപതയുടെ ഡയറക്ടറുമായ ഫാദർ ജേക്കബ് വള്ളത്തിൽ പാലാ രൂപതയുടെ കോട്ടയം ജില്ലയിൽ തന്നെ നൂറോളം കലാലയങ്ങൾ ലഹരി മാർഗമായ പട്ടികയിലിരിക്കുന്നു. ഞാൻ സ്വാഗതം പറയാനാണ് ഞാൻ എഴുതില്ല. നിങ്ങൾ ഇവിടെയുള്ള നിങ്ങളോട് വന്നിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളാം. നിങ്ങൾ ഓർക്കുക, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം വളരെ വിലപിടിക്കുന്ന ജീവിതമാണ്. നിങ്ങളുടെ കലാലയ ജീവിതം ഭാവിയെ കരുത്തിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഘടകമാണ്. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും കാരണവശാൽ വഴി പോയാൽ നിങ്ങൾ ഭാവിക്കുന്നത് ഇനി മറ്റൊരു മയക്കുമരുന്നോ നിങ്ങളുടെ ജീവിതം മുന്നിലാകുന്നതിൽ അത് പിന്നിൽ വെളിച്ചം കാണാനുള്ള നാശത്തിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ലോക നിങ്ങളുടെ വലിയൊരു ഉദ്ദേശവും ആഗ്രഹിക്കുന്നു. ഏത് വിധേനയും ഒരുപെട്ട് അംഗീകരിക്കുന്ന ലഹരിമത്തി അതുപൂർവമായിട്ടുള്ള പരിശ്രമം കാരണം നിങ്ങളുടെ ജീവിതം ആശ്രയമാകാൻ ഈ ലഹരി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വലിയ വിധത്തിൽ അപകടത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു അഡിക്ഷൻ, അത് ലഹരി പദാർത്ഥങ്ങളോടുള്ളതാണ്. നമ്മൾ അറിയാതെ ഒരു ചിന്തയിലേക്ക് ഒരു ഇളം തലമുറ വഴുതി വീഴുന്നത് വലിയ ഉത്കണ്ഠയോടുകൂടിയാണ് സമൂഹം നോക്കിക്കാണുന്നത്. പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു ലക്ഷ്യബോധമാണ്. ലക്ഷ്യബോധമില്ലാത്ത തലമുറയാണ് പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് വഴുതി വീഴുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടാകും. ആ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം കുറച്ചും കൂടി ബലവത്താണ്, മാറാനായിട്ട് കഴിയും. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ കുട്ടികൾ ഒരു തരത്തിൽ അലഞ്ഞു നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ, തിരിച്ച് മദ്യ ലഹരി മാഫിയയിൽപ്പെട്ട ആളുകൾ നമ്മളെ പിടികൂടുന്നു. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കും. നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്, മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. നിങ്ങൾ ആരും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതല്ലോ നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. സമൂഹത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മുടെ സമൂഹം കടന്നു പോകുന്ന ഒരു വലിയ വെല്ലുവിളികളെ കുറിച്ച് കുട്ടികൾ അങ്ങേയറ്റം ബോധവാന്മാരും ബോധവതികളുമാണ്. ഈ ഒരു സാമൂഹിക തിന്മ നമുക്ക് ചുറ്റും വളരെ പ്രബലമാണ്. നമ്മൾ കണ്ണടച്ച് നോക്കുക, നമ്മൾ ജാഗ്രതയില്ലാതെ വന്നാൽ എപ്പോഴാണ് നമ്മൾ ഈ വിപത്തിലേക്ക് വഴുതി വീഴുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും അങ്ങേയറ്റത്തിൽ ജാഗ്രത പുലർത്തും. ഏറ്റവും മികവാർന്ന രീതിയിൽ നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പൂർണ്ണമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഈ വർഷം UPS പരീക്ഷയില് 195ാമത്തെ റാങ്ക് നേടിയത് രാമപുരത്തുള്ള മഞ്ജുഷ ബി ജോർജ്. ആ പെൺകുട്ടിയെ അനുമോദിക്കാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് നിന്റെ മുന്നിലുള്ള ഇളം തലമുറയോട്, കുട്ടികളോട്
രണ്ട് വാക്കുകൾ മാത്രമാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഒന്ന്, ജീവിതത്തിൽ ഒരു സ്ഥിരോത്സാഹം ഉണ്ടാകും, കൺസിസ്റ്റൻസി ഉണ്ടാകും. ഒരു പക്ഷേ പരീക്ഷയിൽ തോറ്റുപോയാൽ നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ പഠനങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. വലിയ സങ്കടങ്ങളുണ്ടായേക്കാം. വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ വഴക്കലുണ്ടായേക്കാം. പരീക്ഷയിൽ തോറ്റുപോയേക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അവിടെ നിന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിരാശനാകും. അങ്ങനെ നിരാശയിലേക്ക് വഴി പോകുമ്പോഴാണല്ലോ നമ്മൾ ഇതുപോലുള്ള തിന്മകളിലേക്ക് നമ്മൾ വലിച്ചടിച്ച് ചില ചിത്രശക്തികൾ ശ്രമിക്കുന്നത്. ഈ മഞ്ജുഷ പി. ജോർജ് 4 പ്രാവശ്യം IAS പരീക്ഷ എഴുതിയതിനു ശേഷമാണ് അവിടെ ജയിക്കുന്നത്. ഓരോ പ്രാവശ്യം തോറ്റപ്പോൾ നമ്മൾ നിരാശായി. പക്ഷെ കോവിഡിന്റെ പ്രസാദം നമ്മൾ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പാലാ സിവിൽ സർവീസിൽ വരുന്നത്. അവിടെ 2-3 പ്രാവശ്യം വീണ്ടും പരീക്ഷ എഴുതി. 4ാം പ്രാവശ്യമാണ് ആ പെൺകുട്ടിക്ക് 195ാമത്തെ റാങ്ക് ലഭിക്കുന്നത്. ഈ പെൺകുട്ടി പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നിലെ ദൈവവിശ്വാസമാണ്, എന്നിലെ ആത്മീയതയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, നമ്മൾ ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളായിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊപ്പം വലിയ ബന്ധമുണ്ടായി, വലിയ ഈശ്വരവിശ്വാസം, ആത്മീയതയാണ് അത് കുഞ്ഞുങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ അയച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്ന ഡോക്ടർ CV ആനന്ദബോസ് പാലാ സിവിൽ സർവീസിൽ വന്നപ്പോൾ അദ്ദേഹം 100കണക്കിന് വിദ്യാർത്ഥികൾ അവർ IAS പരിശീലനം കഴിഞ്ഞവരാണ്. അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഈ പരീക്ഷ ജയിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ്, ആത്മീയതയാണ്, ഈശ്വരചിന്തയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും ആ ഒരു ആത്മീയത ഉൾക്കൊള്ളുന്നുണ്ട്. ആത്മീയതയെ എപ്പോഴും ഉജ്ജ്വലിപ്പിക്കാനായിട്ട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനായിട്ട്, ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ അതിജീവിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ഇതുപോലുള്ള തിന്മകൾ നിങ്ങളെ ഒരിക്കലും സ്വാധീനിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് പോക്സോ കേസുകൾ. കുഞ്ഞുങ്ങൾക്കെതിരെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ലൈംഗിക പീഡന കേസുകൾ ഒരുപാട് നടക്കുന്ന കാലഘട്ടമാണ്. ഞാൻ അമേരിക്കയിൽ ദീർഘകാലം ജോലി ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കേസുകളിൽ പെടുന്ന ആളുകൾ ആരാണോ ഇതിനൊക്കെ കാരണക്കാരാകുന്നത് അവർക്കൊക്കെ ആജീവനാന്തം ജയിൽവാസമാണ്. അത്രയ്ക്ക് കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള അമേരിക്കയിൽ പോലും 23% ഈ കുഞ്ഞുങ്ങൾ തന്നെ കിടക്കുന്ന ലൈംഗിക പീഡന കേസുകൾ അത് കുടുംബത്തിലാണ്. നമ്മുടെ കുടുംബം പോലും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യം എത്തിയിരിക്കുകയാണ്.
2027 ഡിസംബർ 7 അന്ന് ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പാസാക്കിയ പ്രമേയത്തെ അനുസരിച്ചാണ് ലോകവ്യാപകമായി ലഹരിവിരുദ്ധ ദിനം ആചരിക്കുന്നത്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ലഹരിയുടെ വിപത്താണ്. ആറ്റവും ഹൈഡ്രജനും ഒക്കെ നിമിഷങ്ങൾക്കുള്ളിൽ മാനവരാശിയെ ഇല്ലാതാണ്. അതേ സമയത്ത് ലഹരി, അതായത് മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള പദാർത്ഥങ്ങൾ ഏറ്റവും മാരകമായ ആപത്തായി മാറിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്, രോഗികളാകുന്നത് മദ്യ ഉപയോഗത്തിലൂടെ, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെയാണ്. ആപൽക്കരമായ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വിയന്നയിൽ ചേർന്ന ലോകരാഷ്ട്രീയങ്ങളുടെ സമ്മേളനം ഇതിനെതിരെ ലോകത്തെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രചരണം നടത്തണം, ക്യാമ്പയിൻ നടത്തണം എന്ന് തീരുമാനിച്ചു. കാരണം ഏറ്റവും വലിയ ആപത്ത്, ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആപത്താണ് മദ്യവും മയക്കുമരുന്നും എത്തിക്കലർത്തുന്ന ലഹരിയുടെ വിപത്ത്. നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ സംസ്ഥാനങ്ങൾ എന്തെല്ലാം മേഖലകൾ കൈവരിച്ചാലും, എന്തെല്ലാം ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായാലും അതെല്ലാം ഇല്ലാതാക്കാൻ ലഹരി സാധിക്കും, ലഹരിയുടെ ഉപയോഗം സാധിക്കും. മനുഷ്യരുടെ ആരോഗ്യം സമ്പൂർണമായി ഇല്ലാതാക്കും, മാനസികവും കായികവുമായ ആരോഗ്യം ഇല്ലാതാക്കും. കുട്ടികളെയും ചെറുപ്പക്കാരും ഉൾപ്പെടെയുള്ള ജനസമൂഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കും, ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കും. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. നമുക്കറിയാം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപകമായ ഉപയോഗത്തോടുകൂടി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വ്യാപകമാകുന്നു. എന്തിനേറെ സ്വന്തം കുടുംബങ്ങളിൽ പോലും സമാധാനമില്ലാത്ത അവസ്ഥ. മഹാത്മാഗാന്ധി പറയാറുള്ളത്, എഴുതിയിട്ടുള്ളത് നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിരിക്കും. സത്യമാണ് ഈശ്വരൻ, സത്യമാണ് ഈശ്വരൻ എന്ന ഉദാത്തമായ ആ സന്ദേശം കൊണ്ടുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നിർഭയമായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തെ സർവതലത്തിലും മലിനമാക്കുന്ന
മയക്കുമരുന്നിന്റെയും പിടിയിൽ പെട്ടുപോകാതിരിക്കുക. നിങ്ങൾ ജീവിതത്തിൽ സത്യം ചെയ്യണം. ഇവിടെ എത്ര സമയത്തിനുള്ളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നുണ്ട്. അതുകൊണ്ട് ബാലാമലയുടെ പ്രവർത്തന വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആധ്യാത്മിക നടത്തുന്ന പ്രവർത്തനങ്ങൾ, സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ മദ്യത്തിൽ മയക്കുമരുന്ന് തുടങ്ങിയ വിപത്തുകളിൽ ചെന്ന് വീഴാതെ തലമുറകളെ കാത്തുസൂക്ഷിക്കുന്ന ആ കരുതൽ, അതെല്ലാം തികഞ്ഞ മതിപ്പോടുകൂടി കാണുന്ന വലിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇന്നേ ദിവസം ഇവിടെ എത്തി നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലുള്ള പ്രത്യേകമായ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പാലാ രൂപതയുടെ ഈ ലഹരിക്കെതിരായിട്ടുള്ള, മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും മാതൃകയായി എന്നും മുന്നോട്ട് പോകും എന്ന ഉറച്ച പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിലുള്ള അഭിവാദ്യങ്ങൾ. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി െതിരെ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യത്തെയും കുടുംബ സമാധാനത്തെയും നാടിന്റെ പുരോഗതിയെയും തകർക്കുന്ന ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാകില്ല. അവയ്ക്ക് ഇട നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും. ലഹരിക്ക് അടിമകളായവരെ പിന്തിരിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള തലമുറയ്ക്കായി ഞാൻ അധ്വാനിക്കും. എൻ്റെ നാടിന്റെ ക്ഷേമത്തിനായി ഞാൻ എന്നെ വിശുദ്ധമായി സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.